കുറുക്കു വഴികളിലൂടെയാണ് ആകാശ് ഓടിയത്. തെങ്ങിൻ തോപ്പുകളും വയൽ വരമ്പുകളുമൊക്കെ നിമിഷ നേരം കൊണ്ട് പിന്നിട്ട് അവൻ എത്തിച്ചേർന്നത് ആകാശ് നിവാസിൻ്റെ മതിലിനു പിന്നിലാണ്. താമസം വിന മതിലും ചാടിക്കടന്ന് അവൻ മുറ്റത്തെത്തി. കെട്ടിടത്തിൻ്റെ പിൻഭാഗമായിരുന്നതിനാൽ ആരും ഇതൊന്നും കണ്ടില്ല. അവിടെ നിന്നും അവൻ പൈപ്പിൽ പിടിച്ച് അനായാസേന മുകളിൽ കയറി. തൻ്റെ മുറിയിൽ നിന്നും ബാൽക്കണിയിലേക്കുള്ള വാതിൽ സദാനേരവും തുറന്നിടുന്നത് ഇത്തവണ ഉപകരിച്ചു. അവൻ മുറിയിൽ കടന്ന് വാതിൽ ചാരിയപ്പോൾ താഴെ ഒരു വാഹനത്തിൻ്റെ ശബ്ദം കേട്ടു. ജനലിലൂടെ നോക്കി. അവൻ്റെ നട്ടെല്ലിനുള്ളിൽ ഒരു പിടച്ചിലുണ്ടായി. ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുന്ന പോലീസ് ജീപ്പ്. ആകാശിൻ്റെ നെറ്റി ചുളിഞ്ഞു. പെട്ടെന്ന് അവൻ പാൻറ്റും ഷർട്ടും അഴിച്ചെറിഞ്ഞിട്ട് ബാത്റൂമിലേക്ക് കുതിച്ചു. ഷവർ തുറന്നിട്ട് അതിനടിയിലേക്ക് നീങ്ങി നിന്നു. പോർച്ചിൽ പോലീസ് ജീപ്പ് നിന്നപ്പോൾ പ്രതാപ് വർമ്മയും ചിന്തിച്ചത് SI സാം ആയിരിക്കുമെന്നാണ്. എന്നാൽ ബെഞ്ചമിനെ കണ്ടപ്പോൾ അദ്ദേഹം എണീറ്റ് പുറത്തേക്ക് വന്നു. ആകാശിൻ്റെ അച്ഛനല്ലേ? അതെ. അവൻ ഇവിടെ എത്തുന്ന ഉടനെ സ്റ്റേഷനിൽ വന്ന് എന്നെ കാണാൻ പറയണം. അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഞാൻ ലോക്കപ്പിലാക്കും. വർമ്മ അമ്പരന്ന് പോയി. എന്താണ് സാർ കാര്യം? CI കാര്യം പറഞ്ഞപ്പോൾ വർമ്മയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ ഇവിടെ നിന്നും പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല, അദ്ദേഹം പറഞ്ഞു. ഇത്തവണ ഇൻസ്പെക്ടർ ബെഞ്ചമിൻ ഉറക്കെ ചിരിച്ചു. വർമ്മയുടെ മുഖം വിളറി. മേനകയും അവിടേക്ക് വന്നു. ആകാശ് പുറത്തു പോയോ? വർമ്മ ഭാര്യയെ നോക്കി. ഇല്ല. എന്തേ? അവനെ ഒന്ന് വിളിക്ക്. മേനക പിൻവാങ്ങിയപ്പോൾ ഇൻസ്പെക്ടർ വിജയഭാവത്തിൽ നിന്നു. ആകാശ്, മമ്മി വിളിച്ചു. എന്താ മമ്മി? ടർക്കി കൊണ്ട് തല തുവർത്തിക്കൊണ്ട് ആകാശ് ഇറങ്ങി വന്നു. നിന്നെ ഡാഡി വിളിക്കുന്നു. പുറത്ത് പോലീസുകാർ വന്ന് നിൽക്കുന്നു. എന്താടാ കാര്യം? ആ, എനിക്കറിയില്ല. ഷർട്ട് ധരിച്ചുകൊണ്ട് ആകാശ് ഇറങ്ങി വന്നു. ഇതാണ് എൻ്റെ മകൻ ആകാശ്. അവനെ മുന്നോട്ട് നീക്കി നിർത്തിക്കൊണ്ട് പ്രതാപ് വർമ്മ പറഞ്ഞു. ഇവനാണോ നിങ്ങളുടെ മുന്നിൽ നിന്നും ഓടിപ്പോയത്? രാവിലെ കുളി കഴിഞ്ഞതേയുള്ളൂ ഇവൻ. ഇൻസ്പെക്ടർ ബെഞ്ചമിൻ ഒന്നും പറയാനാവാതെ നിന്നുപോയി. പോലീസുകാരും അമ്പരന്നു. അവനെ ഇറക്കിക്കൊണ്ടുവാ, ബെഞ്ചമിൻ കൽപ്പിച്ചു. എന്താ പ്രശ്നം? ഒന്നും അറിയാത്ത ഭാവത്തിൽ ആകാശ് തിരക്കി. നീ ജഗദീഷിൻ്റെ കൂടെ ബൈക്കിൽ ചെന്നെന്നും പോലീസ് ജീപ്പിന് മുന്നിൽ ബൈക്ക് ചവിട്ടി നിർത്തിയെന്നുമൊക്കെയാണ് ഇവരുടെ ആരോപണം. ഞാനോ? ആരോ ജഗദീഷിൻ്റെ പിന്നിൽ നിന്നും ഇറങ്ങി ഓടിപ്പോയി പോലും. ആകാശ് ചിരിച്ചു. എന്നാൽ ജഗദീഷിനെ ജീപ്പിൽ നിന്നിറക്കി കൊണ്ടുവന്നപ്പോൾ ആകാശിൻ്റെ ഉള്ളം കിടുങ്ങി. പക്ഷെ അത് പുറത്തു കാണിക്കാൻ പറ്റില്ലല്ലോ. ആഹാ, ഇതെന്നാ പറ്റിയടാ? ബൈക്കും കൊണ്ട് നീ പോയപ്പോഴേ ഞാൻ വിചാരിച്ചതാ എന്തെങ്കിലും ഒപ്പിച്ചുകൊണ്ട് വരുമെന്ന്. ജഗദീഷ് അവനെ നോക്കി പല്ലു കടിച്ചു. അത് ശ്രദ്ധിക്കാതെ ആകാശ് തുടർന്നു. ഏതായാലും ഇന്നോടുകൂടി തീർന്നു. ഇനി മേലിൽ നിൻ്റെ കയ്യിൽ ബൈക്ക് തന്നുവിടുന്ന പ്രശ്നമില്ല. വഴിയിൽ ആരെങ്കിലും നിൽക്കുന്നത് കണ്ടാൽ ഉടനെ വിളിച്ച് പിന്നിൽ കയറ്റും. അതുകൊണ്ടല്ലേ വീട്ടിൽ കിടന്നുറങ്ങിയ എനിക്ക് പോലും പഴി കിട്ടിയത്. ആകാശേ, സഹിക്കാൻ പറ്റാത്ത ഭാവത്തിൽ ജഗദീഷ് വിളിച്ചു. നീ ഒരക്ഷരം പറയണ്ട. ബെഞ്ചമിൻ സാർ ആയതുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഒതുങ്ങി. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലോ? ഒതുങ്ങിയിട്ടില്ല, ഒതുക്കാൻ പോകുന്നതേയുള്ളൂ ഞാൻ, CI ഇടയ്ക്ക് കയറി പറഞ്ഞു. പൊന്നു സാറേ, ഇവനെ തല്ലിക്കൊല്ലല്ലേ. ആള് ശുദ്ധ പാവമാ. സ്വല്പം വിവരക്കേട് കൂടുതലുണ്ടെന്നേയുള്ളൂ. ചെറുപ്പത്തിൽ 2 വർഷം മെൻ്റൽ ഹോസ്പിറ്റലിൽ കഴിഞ്ഞതാ. ഇത്തവണ ഇവന് മാപ്പ് കൊടുക്കണം. ഓ, നിർത്ത് പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ ജഗദീഷിനെ നോക്കി. നിൻ്റെ പിന്നിലിരുന്നത് ആകാശാണെന്നല്ലേ നീ ഞങ്ങളോട് പറഞ്ഞത്? സാർ, അതവൻ മനഃപൂർവ്വം പറഞ്ഞതാ. ആ മുഖം കണ്ടാൽ എനിക്കറിയാം, ആകാശ് ഇടയ്ക്ക് കയറി വീണ്ടും പറഞ്ഞു. എൻ്റെ പേര് പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് ഇവൻ കരുതി കാണും. നീ ആരാ? ആഭ്യന്തരമന്ത്രിയോ? CI ചോദിച്ചപ്പോൾ പ്രതാപ് വർമ്മ പോലും ചമ്മിപ്പോയി. ഞാൻ സംസാരിക്കുന്നത് ഇവനോടാണ്. തൽക്കാലം നിങ്ങളാരും സംസാരിക്കേണ്ട. ബെഞ്ചമിൻ ജഗദീഷിനെ നോക്കി. ആകാശ് കണ്ണിറുക്കി കാണിച്ചു. രക്ഷിക്കണേ. പെട്ടെന്ന് ജഗദീഷ് ബോധശൂന്യനായി നിലം പതിച്ചു. പോലീസുകാർ അവനെ കുലുക്കി വിളിച്ചു. ഫലമുണ്ടായില്ല. ഇടയ്ക്കിടെ ശനി വരുന്നതാ. അവനെ എടുത്ത് സെറ്റിയിൽ കിടത്തുന്നതിനിടയിൽ ആകാശ് പറഞ്ഞു. വെള്ളം കൊണ്ടുവാ, ബെഞ്ചമിൻ പറഞ്ഞു. ആരോ വെള്ളം കൊണ്ടുവന്നു അവൻ്റെ മുഖത്ത് തളിച്ചു. ജഗദീഷ് കണ്ണ് തുറന്നില്ല. സാറേ, ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ ഒക്കുവെന്നാണ് തോന്നുന്നത്. CIയുടെ നെറ്റി ചുളിഞ്ഞു. സംഗതി കുഴയുമോ? ഇക്കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാൾ ഹോസ്പിറ്റലിലായെന്ന് വല്ലതും രാഷ്ട്രീയക്കാർ അറിഞ്ഞാൽ ആകെ കുഴപ്പമാകും. പോരെങ്കിൽ തനിക്ക് വൈരികളേറെയുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നില്ല. ഭയന്നു പോയിട്ടാ. സാരമില്ല, തൽക്കാലം ഞങ്ങൾ പോകുകയാ. ബൈക്ക് റോഡ് സൈഡിൽ വച്ചിട്ടുണ്ട്. ആകാശ് പോയി എടുത്തുകൊള്ളൂ. ഇവൻ ആകാശിൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവിടേക്ക് വന്നത്. പോട്ടെ. CIയും സംഘവും ജീപ്പിൽ കയറി. ആകാശ് ഉള്ളിൽ ചിരിച്ചു. ജീപ്പ് ഗേറ്റ് കടന്നു പോയി.
ഈ ചെക്കന് എന്തു പറ്റി? അടുത്തിരിക്കുന്നതിനിടയിൽ മേനക മന്ത്രിച്ചു. എനിക്കൊന്നും പറ്റിയില്ല മമ്മി. സോറി അമ്മച്ചി. ജഗദീഷ് പെട്ടെന്ന് കണ്ണു തുറന്നു. ചിരിച്ചുകൊണ്ട് ചാടി എണീറ്റു. പിന്നെ പുറത്തേക്ക് നോക്കി. അവന്മാർ പോയോ? പ്രതാപ് വർമ്മ അവനെ രൂക്ഷമായി നോക്കി. ഇതൊക്കെ നിന്റെ അടവായിരുന്നോടാ? മേനക തിരക്കി. പിന്നെ ഈ ജഗദീഷിൻ്റെ നമ്പറുകളെക്കുറിച്ച് അമ്മ എന്താണ് വിചാരിക്കുന്നത്? CI ശരിക്കും ഭയന്നു പോയില്ലേ? അവൻ ശബ്ദമുണ്ടാക്കി ചോദിച്ചു. എഴുന്നേൽക്കടാ, പ്രതാപ് വർമ്മ പെട്ടെന്ന് പറഞ്ഞു. അവൻ്റെ ചിരി നിന്നു. എഴുന്നേൽക്കാൻ അവൻ എണീറ്റു. മേലിൽ ഇത്തരം പരിപാടികളുമായി ഇവിടേക്ക് വരരുത്. ആകാശേ, ദയനീയമായി അവൻ വിളിച്ചു. ഡാഡി പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയുവാനുള്ളത്. ഇത്തരം പരിപാടികൾ മേലിൽ ആവർത്തിക്കരുത്. ഓഹോ, ഞാൻ പോകുകയാ അമ്മേ. മേനകയോട് മാത്രം പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോയി. കഷ്ടമായി പോയി അവനോട് അങ്ങനെ പറഞ്ഞത്. മേനക ഭർത്താവിനെ നോക്കി. അദ്ദേഹം മിണ്ടിയില്ല. ആകാശ് അകത്തേക്ക് നടന്നു. നിൽക്കടാ, വർമ്മ പറഞ്ഞപ്പോൾ അവൻ തിരിഞ്ഞു. പോലീസ് ജീപ്പ് ഇങ്ങെത്തും മുമ്പേ നീ എങ്ങനെ ഇവിടെ എത്തി? വായു പിളർന്നു നിന്നുപോയി ആകാശ്. ഡാഡി പറയുന്നത് നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? എടാ, ജഗദീഷിൻ്റെ പിന്നിൽ ബൈക്കിലിരുന്നവൻ നീ തന്നെയാണെന്ന് എനിക്കറിയാം. ഡാഡി, ഞാൻ ഷട്ടപ്പ്. എൻ്റെ മോനെ എനിക്ക് നല്ലതുപോലെ അറിയില്ലടാ. ഒന്നും മിണ്ടാതെ ആകാശ് അകത്തേക്ക് നടന്നു. അടുത്ത ദിവസം രാവിലെ 10 മണി കഴിഞ്ഞപ്പോൾ കുമാരൻ തമ്പിയുടെ ടയോട്ട കാർ ആകാശ് നിവാസിൻ്റെ മുറ്റത്തെത്തി. പ്രതാപ് വർമ്മ അതിഥികളെ സ്വീകരിച്ച് ആനയിച്ചു. വന്നവരുടെ കൂട്ടത്തിൽ പെണ്ണിൻ്റെ അടുത്ത ബന്ധുക്കൾ മാത്രം. കുമാരൻ തമ്പിയെ കൂടാതെ ഓർമ്മയുടെ 2 അമ്മാവന്മാരും അവരുടെ ഭാര്യമാരും മാത്രം. ചെറുക്കനെ കണ്ടില്ലല്ലോ? സംസാരത്തിനിടയിൽ അതിഥികൾ ഓർമ്മിപ്പിച്ചു. മേനകെ, വർമ്മ വിളിച്ചു. മോനെ എങ്ങ് വിളിക്ക്. മേനക മകൻ്റെ മുറിയിലെത്തി. അവൻ മൂടി പുതച്ചു കിടന്ന് സുഖമായ ഉറക്കമാണ്. അവർ അവനെ വിളിച്ചുണർത്തി. എണീക്കടാ. എന്താ മമ്മി ഇത്? പുറത്തു പോയാൽ കുറ്റം, വീട്ടിലിരുന്നാലും അങ്ങനെ തന്നെയോ? താഴെ അവരൊക്കെ വന്നിരിക്കുന്നു. സർക്കിളാണോ? SI ഉള്ളോ? മേനക ചിരിച്ചു. പോലീസുകാരൊന്നുമല്ല, ആ പെണ്ണിൻ്റെ ബന്ധുക്കളാ. ഓ, അവൻ തിരിഞ്ഞു കിടന്നു. എടാ, അവർക്ക് നിന്നെ കാണണമെന്ന്. എന്തിന്? ഇതും നല്ല കൂത്ത്. അവരുടെ പെണ്ണിനെ എങ്ങനെയുള്ള ചെറുക്കൻ്റെ കൂടെയാണ് കെട്ടിച്ചു കൊടുക്കുന്നതെന്ന് അവർക്കും അറിയണ്ടേ? അത്രയേ ഉള്ളോ? പിന്നെ എങ്കിൽ താഴെ കൂട്ടിൽ കിടക്കുന്ന ടിപ്പുവിനെ കാണിച്ചു കൊടുക്ക്. പട്ടിയെയോ? പിന്നല്ലാതെ. അവരുടെ കുട്ടിയെ പട്ടിയെ കൊണ്ടാണോ കെട്ടിക്കുന്നത്? അല്ലാതെ ആർക്ക് വേണം അവളെ? ആകാശ്, താഴെ നിന്നും വർമ്മയുടെ ശബ്ദം. ദേ, അച്ഛൻ വിളിക്കുന്നു. ഒന്നും കേൾക്കണ്ടെങ്കിൽ വേഗം ചെല്ലാൻ നോക്ക്. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അവനെ അനുസരിക്കേണ്ടി വന്നു. എല്ലാവർക്കും ചെറുക്കനെ ഇഷ്ടമായി. ഊണും കഴിഞ്ഞാണ് അതിഥികൾ പോയത്. ഇന്നലെ രാത്രിയിൽ ആരോ അവിടെ ചെന്ന് തമ്പിയെയും മറ്റും എന്തൊക്കെയോ അനാവശ്യം പറഞ്ഞു പോലും. ഈ വിവാഹം നടത്തരുതെന്ന്. ആകാശിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് പ്രതാപ് വർമ്മ പറഞ്ഞു. അവളുടെ പഴയ കാമുകന്മാർ വല്ലതും ആയിരിക്കും. എടുത്തടിച്ച പോലെ പറഞ്ഞിട്ട് അവൻ തിരിച്ചു നടന്നു. അവിടെ നിൽക്കടാ. അവൻ നിന്നു. വർമ്മ മകൻ്റെ അടുത്തെത്തി. ആ സംഭവത്തിൽ നിനക്കുള്ള പങ്കെന്താണ്? എനിക്കോ? ഇത് നല്ല കൂത്ത്. ഞാനെന്തിന് അവിടെ പ്രശ്നമുണ്ടാക്കിക്കണം? ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. വർമ്മയുടെ സ്വരത്തിന് കനം കൂടി. എത്രയൊക്കെ നീ എതിർത്താലും ഈ വിവാഹം ഞാൻ നടത്തും. പോയിക്കോ. എന്തോ പിറുപിറുത്തുകൊണ്ട് ആകാശ് കോണിപ്പടികൾ കയറി. ആകാശ് നിവാസിൻ്റെ പൂമുഖത്ത് കുത്തിയിരിക്കുകയാണ് ആകാശ്. ജഗദീഷ് ഇനിയും വന്നു ചേർന്നിട്ടില്ല. വല്ല കുഴപ്പവും ഉണ്ടായോ എന്നാണ് അവൻ്റെ പേടി. ഇന്നെന്താ ഇവിടെ തന്നെ? പുറത്തേക്ക് പോകാനിറങ്ങിയ പ്രതാപ് വർമ്മ തിരക്കി. വെറുതെ. എന്തോ കള്ളക്കളിയുണ്ടല്ലോ. ഡാഡിക്ക് തോന്നുന്നതാ. ഒന്നമർത്തി മൂളിയിട്ട് അദ്ദേഹം കാറിൽ കയറിപ്പോയി. 10 മിനിറ്റ് കൂടി കഴിഞ്ഞ് കാണും. ഫോൺ ശബ്ദിച്ചു. മേനകയാണ് അറ്റൻഡ് ചെയ്തത്. ആകാശ്, നിനക്കാണ്, അവർ വിളിച്ചു പറഞ്ഞു. അവൻ ചെന്നു റിസീവർ വാങ്ങി. ഹലോ. മറുതലയ്ക്കിൽ സ്ത്രീസ്വരം. ആകാശല്ലേ? അതെ. നീ എത്രയൊക്കെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും ഈ വിവാഹം നടക്കും. ഞാൻ നടത്തും. ഇന്ന് നാടകം അഭിനയിക്കാൻ എത്തിയവർ ജീവനും കൊണ്ട് ഓടിയിട്ടുണ്ട്. ആകാശ് വിയർത്തുപോയി. നിങ്ങളാരാണ്? വിറയാർന്ന ശബ്ദത്തിൽ അവൻ തിരക്കി. നിന്റെ പ്രതിശ്രുത വധു ഓർമ്മ. ആകാശിൽ നടുക്കം. അവൻ്റെ കയ്യിൽ നിന്നും റിസീവർ വഴുതിപ്പോയി.